ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. കാല് ഇങ്ങനെ മുറിവായിട്ട് പുഴു വരച്ചൊരു ദുരവസ്ഥയിൽ ഒരു നായ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനെ എടുക്കാൻ വേണ്ടി പോയതാണ്. പോയപ്പോൾ റോഡ് സൈഡിൽ ഞാൻ പോണ വഴിയിൽ ആളെ എടുക്കുന്നുണ്ട്. ആള് കുറച്ച് ഇണക്കൊക്കെ ഉണ്ട്. ആള് ഇന്ന് തന്നെ ഒരു കടിയൊക്കെ അടിച്ചു, കുഴപ്പമില്ല. എങ്കിൽ പോലും ആളെ ഞാൻ എടുത്തു കൊണ്ടുപോയി വീട്ടിലേക്ക് എടുത്തു. പേടിച്ചിട്ടാണ്, വയ്യ, വളരെ ടയേർഡാണ്. എന്തായാലും കാല് ആമ്പിറ്റ് അത് മാറ്റേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഇവനെ എടുത്ത് വണ്ടിയിൽ കയറ്റിയിട്ട് ഞാൻ പോകാൻ നേരത്താണ് യാദൃശ്ചികമായിട്ട് ഒരു ചേച്ചി എന്നെ അവിടെ വെച്ച് കണ്ടത്. നമ്മുടെ വീഡിയോ കാണുന്നതാണ്. ഒന്ന് വരും, ഒരു നായ ഒരു വീട്ടിന്റെ ഉള്ളിൽ കിടന്ന് കരയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലോടെ അവന് അങ്ങോട്ടും പോയി. കാരണം രണ്ടുപേരും വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇയാളെന്നെ അവിടെ പോയിട്ട് തന്നെ സ്പോട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷെ ആളെന്നെ റെസ്ക്യൂ എടുത്ത് പുറത്തേക്ക് എത്തിയപ്പോൾ ഞാൻ തന്നെ ആകെ ചങ്ക് തകർന്ന് ദുർഗന്ധം വമിച്ചിട്ട് വല്ലാത്തൊരു സിറ്റുവേഷൻ. പക്ഷെ ആളുടെ മുറിവ് കണ്ടപ്പോൾ ആകെ തകർന്നു പോയി. അവിടെ വിട്ട് പോരാൻ മനസ്സ് തോന്നിയില്ല. മനസ്സോടെ വീട്ടിലേക്ക് തന്നെ എടുത്തു. ജീവൻ കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് കഴിയാവുന്നത് ചെയ്യാമെന്ന് കരുതിയിട്ട് എടുത്തു, വണ്ടിയിൽ കയറ്റി, വീട്ടിലെത്തി, മുറിവൊക്കെ ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ വെച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഇന്ന് നമ്മൾ എടുത്ത 2 കുട്ടികളിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്താണ് 2 കേസുകൾ. 2 ആളോട്ടായിട്ട് വിശ്രമത്തിലാണ്. കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. ഇത് നമ്മളെ ടേബിൾ ഇട്ടാ. 2 ആളും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് മുറിവിൽ പുഴുക്കളൊക്കെ എടുത്ത് മരുന്നൊക്കെ തേച്ചിട്ട് വിശ്രമത്തിലാണ്. നോക്കാം നമുക്ക്. മറ്റാൾ മാണിക്കിൻ്റെ പോലെയാണ്. കാല് ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും, ആംബിറ്റേറ്റ് ചെയ്യേണ്ടി വരും. ഒന്നിൻ്റെ സ്ഥിതി എന്താ അറിയില്ല. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുഴുവൊക്കെ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചിട്ടുണ്ട്. ആൾ കുറച്ച് ടയർഡാണ്. ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് വന്ന പുതിയ ആളില്ല. ആൾ 2 ആൾ എനക്കുണ്ട്. പക്ഷേ ആളെന്നെ നിന്ന് എടുക്കുമ്പോൾ ചെറിയൊരു കടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നാളെ പോയി വാക്സിൻ എടുക്കാം. കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും.